ചെടികളെല്ലാം നമ്മളിത് ഈ സൈഡിൽ നിരത്തി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെയാണ് സൺലൈറ്റ് കിട്ടുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന് ചുറ്റും മുഴുവൻ മരങ്ങളായതുകൊണ്ട് ചോലയല്ലേ, അപ്പം നമുക്ക് അവിടെ ഒന്നും വെക്കാൻ കഴിയില്ല കേട്ടോ. അപ്പം ഈ റോസകളൊക്കെ നല്ല വലിയതായിട്ട് ഉണ്ടാവും എന്നാണ് നമ്മളോട് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടാവുമെന്ന് കേട്ടോ. അപ്പം എന്തായാലും റോസ ഉണ്ടാവാന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് റെഡ് റോസയും എട്ടുകാലി റോസയും ബട്ടൺസ് റോസയും അങ്ങനെ ഒരുപാട് ടൈപ്പ് കളർ ഓഫ് റോസസ് ഉണ്ടായിരുന്നതാണ്. പിന്നെ വയലറ്റ് അല്ല ബ്ലാക്ക് കളറുള്ള റോസ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഇതുവരെ വാങ്ങാൻ സാധിച്ചിട്ടില്ല കേട്ടോ. അതൊരു എനിക്ക് മോസ്റ്റ് ആഗ്രഹമാണ് അത് വാങ്ങി നടണം എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മൾ നട്ട ചെടിയിൽ പൂവുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ ഗായ്സ്. അപ്പം ഞാനും അതിന് നല്ല വെയിറ്റിംഗിലായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചെടി നട്ടിട്ട് അതിനകത്ത് ചെടി പൂക്കൾ ഉണ്ടാകുന്നത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെടികളെല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് നന്നായിട്ട് വളരണമെന്നാണ് ഗായ്സ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ കുട്ടിമണിയിലേക്കും കൂടി വന്ന് നോക്കുകയാണ് ചെടികളൊക്കെ എന്താ ഇവർ ചെയ്യുന്നുള്ള കാര്യത്തിൽ കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടി വലിയൊരു ദൗത്യമാണ് ഗൈസ് ഇവിടെ തീർത്തിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഇന്നത്തെ പരിപാടിയെല്ലാം ഓവറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും ചെടി പ്രേമികളാണെങ്കിൽ ഗൈസ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഞാനൊരു ചെടി ഇഷ്ടക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. ചെടികൾ പൂക്കളുണ്ടായി നിൽക്കുന്ന കാണാൻ തന്നെ ഭയങ്കര സൗന്ദര്യമാണ്. അതുപോലെ തന്നെ പൂക്കളുള്ളിടത്താണ് പൂമ്പാറ്റകളും വരുള്ളൂ, പക്ഷികൾ വരുള്ളൂ, എല്ലാം വരുള്ളൂ. അങ്ങനെ കുട്ടിമണി ഞാനും കൂടി ചെറുതായിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അവൻ കുറച്ചുകൊണ്ട് എൻ്റെ ബാക്കിൽ കൂടി ഓടി വരികയാണ്, എന്നെ നിലത്ത് നിർത്തുന്നില്ല കേട്ടോ.